ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ സാമ്പാർ റെസിപ്പി നോക്കിയാലോ. ഇതിലേക്ക് ഞാനിവിടെ മസൂർ ദാലും തുവരപ്പരിപ്പും ഒരേ അളവിലെടുക്കുന്നുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രം വെള്ളത്തിലേക്ക് ചെറിയൊരു നാരങ്ങ കഷ്ണം വലുപ്പത്തിലുള്ള പുളിയും കൂടെ ഒന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതെല്ലാം നമുക്ക് സാമ്പാറിൻ്റെ കൂട്ടിലേക്ക് എടുക്കാം. ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ നിന്ന് അരിഞ്ഞ് മാറ്റി വെക്കണേ. ഇനി വെന്ത് വന്ന പരിപ്പിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും പുളിവെള്ളവും പിന്നീട് സാമ്പാറിന് ഏത് കൺസിസ്റ്റൻസിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഞാനിവിടെ 2 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ 2 വിസിൽ തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവാൻ മതിയാകും. നിങ്ങൾക്ക് സാമ്പാർ നല്ലപോലെ വെന്തുടയണമെങ്കിൽ 4 വിസിൽ വരെ പോകാവുന്നതാണ്. ഇനി താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ജീരകം, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഒന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് വറന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്കായും കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കണേ. ഇതിൻ്റെക്ക് കുറച്ചുകൂടെ സാമ്പാർ പൊടിയും കളറിനാവശ്യമായ മുളക് പൊടിയും ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഈ ചൂടായി വന്ന കൂട്ട് വെന്ത് വന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാമേ. ഇനി നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ച് കായപ്പൊടിയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഒട്ടും വെന്തുടഞ്ഞു പോകാത്ത സാമ്പാർ കഷ്ണങ്ങളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടെ പറഞ്ഞു തരട്ടെ. സാമ്പാർ ഇറക്കുന്നതിന് മുന്നേ ഉണ്ടല്ലോ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്താൽ മതിയേ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസിനായി എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ നമുക്ക് ഇനി അടുത്ത റെസിപ്പിയായി കാണാം.